ഒരു യുദ്ധത്തെ പോലും നമ്മെക്കൊണ്ട് താങ്ങാനാകുന്നില്ല. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു യുദ്ധം. റഷ്യ-ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ ഇസ്രായേൽ-ഹമാസ് എന്ന മറ്റൊരു പ്രശ്നം. ഇസ്രായേൽ-ഹമാസ് യുദ്ധം ഇതോടുകൂടി അവസാനിക്കില്ല. അടുത്ത ഇസ്രായേൽ-ഇറാൻ എന്നൊരു പ്രശ്നം വരും. ഇങ്ങനെ പറയുന്ന സമയത്താണ് ഇറാനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങൾ. അത് ഒരു ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇസ്രായേൽ-ലെബനൻ എന്ന യുദ്ധം വലുതായി മാറാം. UN ഒരു വാർണിംഗ് കൊടുത്തു. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇസ്രായേൽ-ലെബനൻ യുദ്ധം തുടങ്ങിയാൽ അത് ചെറുതായിരിക്കില്ല, അത് വളരെ വലുതായിരിക്കും. ഒരു ഗാസ രൂപമെടുത്തതുപോലും നമ്മളെ കൊണ്ട് ഇന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു ഗാസയായി ലെബനൻ രൂപം കൊള്ളാൻ സാധ്യതയുണ്ടെന്ന് അവർ വാർണിംഗ് കൊടുത്തു. അങ്ങനെ എന്താണ് സംഭവിച്ചത്? അതിന് പുറകിൽ സൈപ്രസ് എന്ന ചെറിയ ദ്വീപ് വരുന്നുണ്ടല്ലോ. ഇറാൻ എന്താണ് പറഞ്ഞത്? ഇസ്രായേൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഹെസ്ബുള്ള എന്ത് ചെയ്തു? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഇസ്രായേൽ ഹമാസ് എന്ന ഈ ഒരു യുദ്ധത്തിന്റെ വാർത്തകളെല്ലാം കാണുമ്പോൾ പാലസ്തീനെ ആര് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം പല നാടുകളിൽ നിന്നും ഉണ്ടായി. പെട്ടെന്ന് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പ്രോ പാലസ്തീൻ പ്രൊട്ടസ്റ്റ് രൂപമെടുക്കാൻ തുടങ്ങി. ഈ പ്രോ പാലസ്തീൻ പ്രൊട്ടസ്റ്റ് രൂപമെടുക്കുക മാത്രമല്ല ചെയ്തത്, ഒരുപാട് പേർ അതിന് സപ്പോർട്ട് അറിയിക്കാനും തുടങ്ങി. പറഞ്ഞു വന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നേട്ടം ആർക്ക് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് പാലസ്തീൻ സപ്പോർട്ടേഴ്സിനായിരുന്നു. അങ്ങനെ പാലസ്തീനെ ഒരു സ്റ്റേറ്റായി അംഗീകരിക്കുന്നുവെന്ന് പല നാടുകളും പറയാൻ തുടങ്ങി. ഇസ്രായേലിന് ഇത് വലിയ ദേഷ്യത്തിന് കാരണമായി, പ്രധാനമായും നെതന്യാഹുവിന്. അപ്പോൾ നെതന്യാഹു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, പാലസ്തീന് ഒരു പ്രത്യേക നാടെന്ന അംഗീകാരം നൽകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനും അപ്പുറം നോർവേ പോലുള്ള നാടുകൾ വീണ്ടും പറഞ്ഞു. ഇപ്പോൾ നോർവേയും പറഞ്ഞു എന്നുള്ളപ്പോഴാണ് അർമേനിയ പോലും പാലസ്തീനെ ഇന്റർനാഷണൽ നിയമം അനുസരിച്ച് ഒറ്റ നാടായി അംഗീകരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കൊടുത്തു. ഇപ്പോൾ ഈ അറിയിപ്പുകളെല്ലാം കൂട്ടിച്ചേർത്തപ്പോൾ തീർച്ചയായും പാലസ്തീനായിട്ടുള്ള സപ്പോർട്ട് കൂടി വരുന്നു എന്നുള്ളത് ഇസ്രായേലിന് മനസ്സിലായി. അങ്ങനെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള അറ്റാക്ക് റാഫ ഭാഗത്ത് നടത്തുമെന്ന് 2 ദിവസങ്ങൾ കൊണ്ട് പല ന്യൂസ് പുറത്തു വന്നു. അങ്ങനെ ഇന്നലെ രാവിലെ കിട്ടിയ വിവരമനുസരിച്ച് റാഫ ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ അറ്റാക്കിൽ 25 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഒരു വിവരം പുറത്തു വന്നു. ഇസ്രായേൽ റാഫേൽ അറ്റാക്ക് നടത്താൻ പോകുന്നുവെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഹൂത്തികൾ ചെയ്യാൻ തുടങ്ങിയത് അവർ അവരുടെ ഡ്രോൺസ്, അതും നേവി ഡ്രോൺസ് ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യമായി ഹൂത്തീസ് നേവി ഡ്രോൺസ് ഉപയോഗിച്ചു ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരുന്ന അവരുടെ കൽക്കരി കപ്പലുകളെല്ലാം നശിപ്പിക്കുന്നു. ഹൂത്തീസ് ഇങ്ങനെ ഒരു അറ്റാക്ക് സ്ട്രോങ് ആയിട്ട് നടത്തുമ്പോൾ മറ്റൊരു ഭാഗത്തുള്ള ഹെസ്ബുള്ള ചെയ്യാൻ തുടങ്ങിയത് ലെബനൻ ഭാഗത്ത് അവരുടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇസ്രായേലിനും ലെബനനും അല്ലെങ്കിൽ ഹെസ്ബുള്ളയ്ക്കും ഇടയിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നോ ഇന്നലെ നടക്കുന്ന പ്രശ്നമല്ല. ഒക്ടോബർ 7-ാം തീയതി മുതൽ ലെബനൻ അകത്തേക്ക് വരാൻ പാടില്ല, അതായത് ഹെസ്ബുള്ള അകത്തേക്ക് വരാൻ പാടില്ല. അതിനാൽ ഹെസ്ബുള്ളയ്ക്ക് അടുത്തുള്ള ബോർഡർ ഏരിയ മുഴുവനും ഇസ്രായേൽ അവരുടെ കൺട്രോളിനുള്ളിലാക്കി. ബോർഡർ ഏരിയയിൽ മാത്രം അറ്റാക്ക് നടത്തി ഹിസ്ബുള്ളയെ അകത്തേക്ക് വരാൻ അനുവദിക്കാതെ അവർ തടഞ്ഞു. ഇപ്പോൾ ഹെസ്ബുള്ള ചെയ്യാൻ തുടങ്ങിയത് അവരുടെ ഭാഗത്തുള്ള റോക്കറ്റ്, 1-2 റോക്കറ്റ്സിനെ എല്ലാം എടുത്ത് ഇസ്രായേൽ ഭാഗത്തേക്ക് എറിയുന്നു. ഇസ്രായേലും തിരികെ അടിക്കാൻ തുടങ്ങി. അവരൊരു 10 റോക്കറ്റ് അടിക്കാൻ തുടങ്ങി ലെബനിലേക്ക്. ഇപ്പോൾ തിരിച്ച് ഹെസ്ബുള്ള 100 റോക്കറ്റ് അയക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വലിയ യുദ്ധമായി മാറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്നാൽ സാധാരണ ഹമാസ് പോലുള്ള ഒരു ചെറിയ സംഘടനയാണോ ഹെസ്ബുള്ള എന്ന് നോക്കിയാൽ അല്ല. ഹെസ്ബുള്ളയ്ക്കില്ലാത്ത ആയുധങ്ങളില്ല എന്ന് നമുക്കറിയാം. ഹെസ്ബുള്ളയുടെ പക്കലില്ലാത്ത ടെക്നോളജി ഇല്ല എന്ന് പറയാം. അവർക്ക് ബാക്കപ്പായി ഇറാൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹിസ്ബുള്ളയല്ല ഹമാസിനെയാണ് നശിപ്പിക്കേണ്ടത്, റാഫേലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ അതിനുള്ള നടപടികൾ എടുക്കാൻ തുടങ്ങി. ഗാസയിലും ഇപ്പോൾ ഹീറ്റ് വേവ് വളരെ വലുതായതുകൊണ്ട് അവരുടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ലെബനനിൽ വീണ്ടും അറ്റാക്ക് ആരംഭിച്ചത്. ഈ സമയത്ത് ഇസ്രായേൽ ഒരു അറിയിപ്പ് കൊടുത്തു, ലെബനനെതിരെ ഞങ്ങൾക്കൊരു ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യേണ്ടി വരുമെന്ന്. ഇപ്പോൾ ഈ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്? അതിന് ഈ സൈപ്രസ് എന്ന നാടല്ലേ സഹായിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഹെസ്ബുള്ള പറയുന്നത്. ഹിസ്ബുള്ള പ്രസ് മീറ്റിൽ പറഞ്ഞ ഈ ഒരു കാര്യം മറ്റൊരു ഫയർ ഉണ്ടാക്കി. സൈപ്രസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ദ്വീപാണ്. ആ ദ്വീപിലുള്ള ചില ഏരിയാസ് ഇസ്രായേലിനായി തുറന്നു നൽകുമെന്നാണ് ഹെസ്ബുള്ള പറയുന്നത്. അവരുടെ എയർബേസ് ആയാലും അവരുടെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളായാലും ഇസ്രായേലിന് വേണ്ടി സൈപ്രസ് തുറന്നു കൊടുക്കുകയും അതുവഴി ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ശത്രു ഞങ്ങളുടെ പക്കൽ വിരൽ ചൂണ്ടുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സൈപ്രസിനെ അറ്റാക്ക് ചെയ്യുമെന്ന് ഹെസ്ബുള്ള പറയുന്നു. ഇപ്പോൾ എത്ര നാടുകളാണ് അകത്തേക്ക് വന്നതെന്ന് ശ്രദ്ധിക്കുക. ഇസ്രായേൽ, പാലസ്തീൻ, മറ്റൊരു ഭാഗത്തുള്ള ഇറാൻ, ഇവിടെയുള്ള ലെബനൻ, കുറച്ചു മാറിയുള്ള ജോർദാൻ, റാഫ ഭാഗത്തുള്ള ഈജിപ്ത്. മനസ്സിലായി കാണും, ഈ ഒരു യുദ്ധം എന്നത് പതിയെ പതിയെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും പതിയെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
റാഫേൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഇസ്രായേലിന് ഒരുപാട് തവണ അമേരിക്ക പ്രഷർ കൊടുത്തു. പക്ഷേ ഈ ഒരു പ്രഷറൊന്നുമല്ല എന്ന് പറഞ്ഞ് നെതന്യാഹു റാഫേലിലേക്ക് അറ്റാക്ക് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അവരുടെ പീരങ്കികൾ കൊണ്ടുവന്നും അവരുടെ വ്യോമസേനയെ കൊണ്ടുവന്നും അവിടെയുള്ള ജനങ്ങളെ കൊന്നുകുഴിച്ചു. ഇപ്പോൾ റാഫ ഒരു യുദ്ധക്കളമായി ശ്മശാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. എവിടെയും താമസ സൗകര്യമില്ല, ആശുപത്രികളില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലായിരുന്നു വീണ്ടും 4 ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്നു എന്ന പേരിൽ 200ഓളം പേരെ ഇസ്രായേൽ കൊന്നത്. ഇതിലൂടെ ഹമാസിന് മാത്രമല്ല ദേഷ്യമുണ്ടായത്, മുഴുവൻ ഹെസ്ബുള്ള, അറബ് നാടുകൾ ഇവരെല്ലാം വീണ്ടും ഇസ്രായേലിനെതിരെ ഒന്നാകണമെന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇൻഡയറക്റ്റായി തന്നെ അവരുടെ ചർച്ചയും നടത്തി. ഇപ്പോൾ ഇറാനൊരു അറിയിപ്പ് കൊടുത്തത് 2 സാറ്റലൈറ്റ് കൂടെ ഞങ്ങൾ ഈ മാസം അവസാനം വിക്ഷേപിക്കുമെന്ന്. നേരത്തെ ഉത്തര കൊറിയ സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തര കൊറിയയും റഷ്യയും ചേർന്ന് പുതിയ ഡിഫൻസ് അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലും വെസ്റ്റേൺ കൺട്രീസിന് അംഗീകരിക്കാനേ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പുടിൻ ഉത്തര കൊറിയ എന്ന് പറയുമ്പോൾ അവരുടെ സൗഹൃദ നാടായ ഇറാൻ ഇപ്പോൾ ഈ ഗെയിമിനുള്ളിലേക്ക് വരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഹെസ്ബുള്ളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേൽ അത് വലിയൊരു നഷ്ടമായി മാറും. ഇത് എത്രത്തോളമുള്ള ഒരു പ്രതിസന്ധി ഘട്ടമാണെന്നറിയാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. കാനഡ ഒരു അറിയിപ്പ് കൊടുത്തു, ലെബനനിലുള്ള 45,000 കനേഡിയൻസിനെ അവരുടെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന്. UK പോലുള്ള നാടുകളും അവരുടെ ജനങ്ങളോട് നിങ്ങൾ ലെബനൻ ഭാഗത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ തിരികെ നാട്ടിലേക്ക് തന്നെ വരണമെന്നുള്ളൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടെ പല നാടുകൾ ലെബനനിലുള്ള ജനങ്ങളെ സേഫ് ആയിരിക്കണം, അമേരിക്കക്കാർ അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്നും ആവശ്യമില്ലാതെ അമേരിക്കക്കാർ അങ്ങോട്ടേക്ക് പോകരുതെന്നും ഇങ്ങനെയുള്ള അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 45,000 ജനങ്ങളെ, കനേഡയിലുള്ള ജനങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള ഓപ്പറേഷൻ കാനഡ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. UN ചീഫ് പറഞ്ഞു, ഇത് ശരിയാകില്ല, ഇതൊരു വലിയ യുദ്ധമായി മാറും. ഇന്ന് ഇസ്രായേൽ ഹിസ്ബുള്ളയെ തൊടുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വലിയ പ്രശ്നമായി മാറും. നിങ്ങൾ ചിന്തിച്ച് ചെയ്യണമെന്ന് ഇസ്രായേലിനെതിരെ അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അറ്റാക്ക് നടത്തും, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഇസ്രായേലും പറഞ്ഞു. ഇപ്പോൾ ഹിസ്ബുൾ റെഡിയാകുന്നു. ഹൂതീസ് മറ്റൊരു ഭാഗത്തിരുന്ന് അവരുടെ അറ്റാക്ക് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇറാൻ ഡയറക്റ്റ് ഇൻവോൾവ് ആയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും ഇതിന്റെ പുറകിൽ ഇറാന്റെ പവർ തീർച്ചയായും ഉണ്ട്. ഈ ഒരു യുദ്ധത്തെ അവസാനിപ്പിക്കാനായി ലോകനാടുകൾ അവരുടെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുത്തോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഈ ഒരു യുദ്ധം വഴി ഹിസ്ബുള്ളയും ഉണ്ടാകാൻ പാടില്ല, ഹമാസും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിനാൽ ആരെതിർത്താലും ഈ ഒരു യുദ്ധത്തെ തടയാൻ കഴിയില്ല എന്നുള്ളതും ഉറപ്പാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമായി അറിയപ്പെട്ടാലും ദിവസങ്ങൾ കഴിയുന്തോറും ഇസ്രായേൽ ലെബനൻ യുദ്ധമായി അറിയപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ലെബനൻ ഭാഗത്തേക്ക് ഈ ഒരു യുദ്ധം മാറുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ യുദ്ധം പടരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ പടർന്നാൽ എക്കണോമി മുതൽ ജോലി സാധ്യത, റിസർച്ച്, ഭാവി എല്ലാം ഒരു ചോദ്യചിഹ്നമായി മാറും. പല നാടുകളിലെ നേതാക്കൾ അവരുടെ പദവി തന്നെ റിസൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഒന്നേ മാത്രമേ ചെയ്യാനുള്ളൂ, ഇസ്രായേൽ ലെബനനുള്ളിലേക്ക് വരരുത്. അങ്ങനെ വന്നാൽ അത് തടയാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.